യെസ്. അപ്പൊ മിസ്റ്റർ നമ്മുടെ ക്രിസ്മസ് എക്സാം അടുത്തിരിക്കുകയാണല്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സംശയമുള്ള കാര്യമാണ്, അതായത് എന്താണ് ഈ വെയിറ്റേജ്. നമുക്കറിയാം ഓരോ ചാപ്റ്ററും ഇമ്പോർട്ടന്റ് ആണ്. അത് ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര ചോദ്യങ്ങൾ വരുന്നത്, എത്ര മാർക്കിന് ചോദ്യം പഠിക്കാൻ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ശരിക്കും പറഞ്ഞ ഒരു 7 ചാപ്റ്റർ പഠിക്കാനുണ്ട്. അപ്പൊ 7 ചാപ്റ്ററിന് ചോദ്യങ്ങൾ വരും എന്ന് പറയുന്നുണ്ട്. പക്ഷെ 7 ചാപ്റ്റേഴ്സിനും ഒരേപോലെയാണോ ചോദ്യങ്ങൾ വരിക, അല്ലെങ്കിൽ കൂടുതൽ ചോദ്യങ്ങൾ ഏതിൽ നിന്നായിരിക്കും വരുന്നത് എന്നുള്ള കുറെ സംശയങ്ങൾ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിരിക്കും. അത് ഏത് സബ്ജക്റ്റിനാണ് ഉണ്ടായിരിക്കും. അപ്പൊ അതിൽ ബയോളജിയിൽ, നമ്മുടെ ബയോളജിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 7 ചാപ്റ്റേഴ്സ്, മൊത്തം 8 ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് 8 ചാപ്റ്റേഴ്സിൽ, അതായത് നമ്മൾ സംശയപരമായിട്ടാണ് പറയുന്നതെങ്കിൽ പോലും 7 ചാപ്റ്റേഴ്സ് എന്നുള്ളതാണ് നമ്മളൊരു സ്കീം ഓഫ് വർക്ക് പ്രകാരം അങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് 7 ചാപ്റ്റേഴ്സ് എന്നുള്ളതാണ്. അതിൽ വരുന്ന ഒരു മാറ്റം ഉണ്ട്, അത് ഞങ്ങൾ പറഞ്ഞുതരാം. എന്തായാലും ഈ 7 ചാപ്റ്റേഴ്സിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുക, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, ഏറ്റവും കൂടുതൽ ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്ത് പഠിക്കേണ്ട ചാപ്റ്റർ ഏതാണ്, അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററും അത്ര പ്രധാനപ്പെട്ടതല്ലാത്ത ചാപ്റ്ററും രണ്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ മിസ് നമുക്ക് നോക്കാം അല്ലെ. അതായത് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ 2022 ക്രിസ്മസ് പരീക്ഷയുടെ ബയോളജി ചോദ്യ പേപ്പറും 2023 അതായത് കഴിഞ്ഞ വർഷം എക്സാമിന്റെ ബയോളജി ക്വസ്റ്റ്യൻ പേപ്പറും ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് അങ്ങ് അനലൈസ് ചെയ്തു. അതായത് ഓരോ ചാപ്റ്ററിനും എത്ര ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് എന്നുള്ളത് നോക്കി. അപ്പൊ ഒരു കാര്യം കൂടി പറയാം, നിങ്ങൾക്ക് ഇതിപ്പോ മൊത്തത്തിലൊക്കെ ആഡ് ചെയ്ത് നോക്കുമ്പോൾ ഇതിപ്പോ സംഭവം 40 കൂടുതൽ ഉണ്ടല്ലോ, ഇത് കുറച്ച് അധികം ഉണ്ടല്ലോ നിങ്ങൾക്ക് തോന്നും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓർ ക്വസ്റ്റ്യൻസും ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് ഓർ ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പൊ അതും കൂടി കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു മാർക്ക് എങ്ങനെയാണെന്നുള്ള ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എഴുതിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിൽ കണ്ടാൽ തന്നെ ഇവർക്ക് മനസ്സിലാവും ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്. മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് അറിയാനും പ്രതികരിക്കാനും. ഇത് നമ്മൾ നോക്കുകയാണെങ്കിലേ 2022 ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. 2023 പേരിന് ഒരു മാർക്കിന്റെ ഒരു 1 മാർക്ക് ക്വസ്റ്റൻ ആണ് ആകെ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ശരിക്കും നല്ലോണം പഠിക്കണം എന്ന് വിചാരിക്കുന്ന കുട്ടികൾ കുടുങ്ങും. കാരണം ഇപ്പൊ ചിലർക്ക് ഉണ്ടാവും, അയ്യോ ആ ചാപ്റ്റർ എനിക്ക് കുറെ നോക്കാനുണ്ട്, ആ ചാപ്റ്റർ എനിക്ക് അത്ര ഓർമ്മയില്ല, ന്യൂറോണിന്റെ സ്ട്രക്ചർ അത് എന്നൊക്കെ പറഞ്ഞ് കുറെ ഉണ്ടല്ലോ എന്നൊക്കെ തോന്നും. അപ്പൊ ആ ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യരുത്, കുറെ സമയം അതിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. ഒന്ന് നിങ്ങൾ പേജൊക്കെ മറച്ചു നോക്കുക, അതിൽ ഇമ്പോർട്ടന്റ് തോന്നുന്ന ചില ഭാഗങ്ങളൊക്കെ നോക്കുക, അതിൽ നിന്നുള്ള ചോദ്യങ്ങളെ അതിന് വരുള്ളൂ. അത്രേ ഉള്ളൂ, ഒന്ന് പൊടി തട്ടി എടുക്കേണ്ട കാര്യമുള്ളൂ. വലിയ വെയിറ്റേജിനൊന്നും ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ചോദിക്കില്ല കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ നോക്കുകയാണെങ്കിലും 2022 ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല. പക്ഷെ 2023 മിസ്സേ 5 മാർക്ക്. ഓക്കെ, 5 മാർക്സ്. അപ്പൊ ഒരു ചെറിയ വ്യത്യാസം അല്ല വന്നിരിക്കുന്നത്. ശരിക്കും 5 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിറ്റേജ് തന്നെ, നല്ല മാർക്ക് തന്നെയാണ്. അപ്പൊ സെക്കൻഡ് ചാപ്റ്ററിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് നോക്കുക. ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, ഇത്തവണ ചിലപ്പോൾ 5 മാർക്ക് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മാർക്ക് ഇത്തിരി കുറയാം, അത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാൽ പോലും ഒന്നും ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ തീരെ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ തീരെ നോക്കണ്ട എന്ന് പറയാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ അല്ല. ആ ചാപ്റ്റർ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇതുപോലത്തെ റിവിഷൻ നടത്തിയിട്ട് നിങ്ങൾ എക്സാമിന് പോയാൽ മതി ചാപ്റ്ററിൽ നിന്ന് കേട്ടോ. ഇനി 3ാമത്തെ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ 3 ചാപ്റ്റേഴ്സ് നമ്മുടെ വരുന്ന ചാപ്റ്റേഴ്സ് ആണ്. പക്ഷെ അതിൽ 3ാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, ഇവൻ വില്ലനാണ്. ഇവൻ ശരിക്കും ഒരു വില്ലൻ. അത് ഈ 2 വർഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം മക്കളെ, 2022 11 മാർക്സിനാണ് ആ ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ആലോചിക്കണം. ഓണത്തിന് ചോദിച്ചവർക്ക് മതിയായില്ല, എന്നിട്ട് 11 മാർക്കിന് വീണ്ടും അതിൽ നിന്ന് എടുത്ത് ചോദിച്ചിരിക്കുകയാണ്. വലിയൊരു വെയിറ്റേജ് തന്നെയാണ്, വലിയ വ്യത്യാസമില്ലാതെ 2023 9 മാർക്കിന് വീണ്ടും അതേ ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ വെറുതെ റിവിഷനോ ബ്രഷപ്പോ ഒന്നും അല്ല, ഈ കാര്യമായിട്ട് തന്നെ ഒന്ന് പഠിക്കുക കേട്ടോ. ഓക്കെ, മറ്റുള്ള ചാപ്റ്റേഴ്സിന്റെ കൂടെ തന്നെ, അതായത് 4ാമത്തെ പാഠം മുതലാണല്ലോ നമ്മൾ ശരിക്കും ക്രിസ്മസിന് പ്രതീക്ഷിക്കുന്നത്. അതേ ഇമ്പോർട്ടൻസിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ 3rd ചാപ്റ്ററും പഠിക്കുക. ഇനി നമ്മുടെ 4th ചാപ്റ്റർ ഈസി ചാപ്റ്റർ, ചെറിയ ചാപ്റ്റർ, നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ. അതെ, അപ്പൊ എന്താ മനസ്സിലാക്കണെന്ന് വെച്ചാൽ ചെറിയ ചാപ്റ്ററിന് ഇത്രയും വെയിറ്റേജ് ചോദിക്കേണ്ട ഒരുവിധം എല്ലാ ഭാഗത്തും ക്വസ്റ്റ്യൻസ് വരും. അതാണ് അത് മനസ്സിലാക്കേണ്ടത്. എവിടെ നിന്ന് വേണമെങ്കിലും എന്ത് ചോദ്യം 1 മാർക്കും 2 മാർക്കും 3 മാർക്കും ഒക്കെ ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ ചെറിയ ചാപ്റ്റർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം എന്താന്ന് വെച്ചാൽ ഞാൻ ചെറിയ ചാപ്റ്റർ പഠിച്ചാൽ ഇത്ര എളുപ്പത്തിൽ മാർക്ക് വാങ്ങാം, ഇത്രയും അധികം മാർക്ക്. അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. 2 കൊല്ലം 2022 13 മാർക്ക് ആണെങ്കിൽ 2023 16 മാർക്ക്. 16 മാർക്കും ചോദിച്ചിരിക്കുന്നത് ഏതിൽ നിന്നാണ്? കീപ്പിംഗ് ഡിസീസ് എവേ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. അപ്പൊ അത് വളരെയധികം കൃത്യമായി ഇരുന്ന് ഓരോ രോഗങ്ങൾ ഏതാണ്, ഉണ്ടാക്കുന്ന രോഗകാരികൾ ഏതാണ്, സിംറ്റംസ് ഏതാണ്, എങ്ങനെ ക്യൂർ ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ നോക്കാം. എനിക്ക് തോന്നുന്നു നമ്മൾ ഹ്യൂമൻ ബീങ്സിന്റെ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസീസസ് പഠിക്കുന്നത്. പക്ഷെ അത് കൂടാതെ പ്ലാന്റ് ഡിസീസ്, ആനിമൽ ഡിസീസ് ഒക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നുണ്ട്. എനിക്കൊന്ന് ഒരു തവണ ഇവര് 9th ശരിക്കും മറ്റേ എന്താ പറയാ ലങ്സിന്റെ ഹാർട്ടിന്റെ പ്രശ്നത്തെ കാര്യമൊക്കെ പഠിക്കുന്നത്. പക്ഷെ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ലൈഫ് സ്റ്റൈൽ ഡിസീസിന് മാത്രമായിട്ട് ഒരു 2 മാർക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻ ഇതിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നും ചോദിക്കും. ജനറൽ നോളജ്
കൂടിയാണ്. പൊതുവായിട്ട് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. ലൈഫ് സ്റ്റൈൽ മലയാളം തീർന്നു മിസ്സേ നമ്മള് മറ്റേ ജീവിതശൈലി രോഗങ്ങൾ. അതെ. അപ്പൊ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, അത് മറ്റേ 2 പേജ് അല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ 5th ചാപ്റ്റർ ആണ് സോൾജേഴ്സ് ഓഫ് ഡിഫൻസ് അഥവാ പ്രതിരോധത്തിന്റെ കാവലാളുകൾ. വളരെ വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ ആണ്. ഇപ്പൊ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് 2 ചാപ്റ്റേഴ്സാ, 4 ഉം 5 ഉം. ഓ, അതിപ്പോ ഞാൻ എന്നോട് ചോദിച്ചാലും അങ്ങനെ തന്നെ പറയാം. വലിയ തമാശക്കാരി തന്നെ. ഒരു സംശയവും ഇല്ല, ഈ 2 ചാപ്റ്റേഴ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്റേഴ്സ്. പക്ഷെ അതിനർത്ഥം മറ്റേത് വിടണമെന്നല്ല. അതെ, ഈ വർഷം ഞാൻ 16 മാർക്കിന് അടുത്ത വർഷം ഞാനാണ്. അതെ, കാരണം ഇവരും അതെ വലിയ വ്യത്യാസമില്ല. 13ഉം 11ഉം 2 മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമേ വന്നിട്ടുള്ളൂ. അപ്പൊ ഈ ചാപ്റ്റർ ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 കൊല്ലം അതേ നല്ലോണം മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വ്യത്യാസങ്ങൾ ഇല്ലാത്ത രീതിയിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. ടോപ്പിക്സ് വരുന്ന ചാപ്റ്ററാ. ഒരുപാട് ഫാഗോസൈറ്റോസിസ്, ബ്ലഡ് ക്ലോട്ട്. ഏറ്റവും എനിക്ക് തോന്നുന്നു 2 മാർക്സിന് ഇത്രയും ചോദിക്കാൻ പറ്റിയ ടോപ്പിക്കുകൾ വേറെ ചാപ്റ്ററില്ല. 3 മാർക്കിന്റെ ചോദ്യങ്ങൾ നിങ്ങൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യേണ്ടത് ഈ ഒരു 5ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുറെ സമയം കൊടുത്ത് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് തന്നെയാണ്. ഓക്കെ, ഇനി നമ്മുടെ അൺട്രാവലിംഗ് ജനറ്റിക് മിസ്റ്ററീസ്, ഇഴപിരിയുന്ന രഹസ്യങ്ങൾ, അതും ഇതേപോലെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ തന്നെയാണ്. 13 മാർക്കിന് 2022, 11 മാർക്കിന് 2023 ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഏറ്റവും നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ ജനറ്റിക്സ് ശാസ്ത്രമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇതില് 16 ഒരു വെയിറ്റേജ് കാണാത്തത് എന്ന് വെച്ചാല്, ഈ ചാപ്റ്റർ +2 ലെവലിലൊക്കെ കുട്ടികൾ ഭയങ്കര അങ്ങനെ പഠിക്കുന്ന ചാപ്റ്ററാ. അപ്പൊ അതിന്റെ ബേസ് ആണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പൊ എല്ലാ കുട്ടികൾക്കും ഈ ഒരു സമയം കൊണ്ട് ചിലപ്പം അത് എക്സാം എഴുതിക്കോളണം എന്നൊന്നും ഇല്ല. അതുകൊണ്ടാണ് അവർ അവിടെ നിന്ന് പിടിക്കുന്നത് കേട്ടോ. അതിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒക്കെ ലൈവായിട്ട് വരുന്നുണ്ട്. അതായത് റിപ്പീറ്റഡ് ആയിട്ട് ഒരേ ചോദ്യങ്ങൾ തന്നെ ആ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഒരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ടായിരിക്കും. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റേഴ്സിലെല്ലാം പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരും. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്റർ മിസ് പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്, അതിലൊരു സംശയമില്ല. കാരണം 13 മാർക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ മാർക്കല്ല. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ്. അപ്പൊ അതും നിങ്ങൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം, ഇതൊക്കെ നിങ്ങൾ അത്യാവശ്യം പഠിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് പഠിക്കാൻ സമയം കൊടുക്കണം. കാരണം ഇത് നിങ്ങൾ എന്തായാലും ഫൈനൽ എക്സാമിനാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചാപ്റ്റർ തന്നെയാണ്. പക്ഷെ ഇതെല്ലാം പഠിച്ച ശേഷം ഇത് പഠിച്ചിരിക്കണം, ഇത് വിട്ട് കളയരുത് എന്നുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിന് ശരിക്കും കുറെ സമയം വേണം. ഇത് പഠിക്കാൻ എന്തായാലും സമയം എടുക്കും. പക്ഷെ ആ സമയം എടുത്തിട്ട് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും 11 മാർക്കിനോ അല്ലെങ്കിൽ 9 മാർക്കിനല്ലേ ചോദിച്ചുള്ളൂ എന്ന് വിചാരിക്കണ്ട. കാരണം ആ കിട്ടുന്ന മാർക്ക് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അത് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ചാപ്റ്റർ നന്നായിട്ട് ഇരുന്ന് പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, ബൈ ഹാർട്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഒന്നും നമുക്ക് അങ്ങനെ എന്താ പറയാ, ഇത് ഇങ്ങനെയാവും അങ്ങനെയാവും വിട്ട് പറ്റില്ല. അത് കൃത്യമായി മനസ്സിലായി എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ പഠിക്കാൻ പറ്റുള്ളൂ. ഇതാണ് എന്താ പറയാ സംശയപരമായിട്ട് നിൽക്കുന്ന ഒരു ചാപ്റ്റർ, ജനറ്റിക്സ് ഓഫ് ദ ഫ്യൂച്ചർ അഥവാ നാളെയുടെ ജനിതകം എന്ന് പറയുന്നത്. ഞങ്ങൾ കുറെ സ്കൂളിൽ അന്വേഷിച്ചു. പല സ്കൂളുകളിലും ടീച്ചേഴ്സ് പറഞ്ഞു ഞങ്ങൾ ഈ ചാപ്റ്റർ എടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചാപ്റ്റർ ഇല്ല. ചില സ്കൂളിലെ ടീച്ചേഴ്സ് അത് എടുത്തിട്ട് പറഞ്ഞു ചിലപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. ചിലർക്ക് ഇതൊക്കെ കഴിഞ്ഞു, ചിലർക്ക് ഇത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, ചിലർക്ക് ഇത് എത്തിയിട്ടില്ല, ചിലർക്ക് ഇപ്പോഴും അൺട്രാവലിംഗ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ അങ്ങനെ കുറെ സംശയത്തിൽ നിൽക്കുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ 2 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ കഴിഞ്ഞ 2 കൊല്ലവും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല, 1 മാർക്കിന് പോലും ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ കോവിഡിന് മുന്നേ നോക്കുമ്പോൾ മാത്രമാണ് ആ ചാപ്റ്ററിൽ നിന്നുള്ള ചില ക്വസ്റ്റ്യൻസ്, ചെറിയ ചാപ്റ്റർ, നിങ്ങൾക്ക് ഒരു 3-4 പേജുള്ള ചാപ്റ്ററാണ്. കൂടി പോയ 1 മാർക്കിനോ 2 മാർക്കിനോ മാത്രമേ ഈ ചാപ്റ്ററിൽ ചോദിക്കുകയുള്ളൂ. പക്ഷെ അത് തന്നെ ഞങ്ങൾ കണ്ടിട്ടുള്ളത് കോവിഡിന് മുന്നേയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലാണ് കേട്ടോ. അതിനുശേഷം ഈ വരുന്ന 2022-23 ചോദ്യ പേപ്പറിലൊന്നും 1 മാർക്കിന് പോലും ചോദ്യങ്ങൾ വന്നിട്ടില്ല. പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ നമ്മുടെ വിൻഡോസ് ഓഫ് നോളജ് ഒക്കെ നമ്മൾ പറഞ്ഞ പോലെ ഇതിലൊന്നും ഒന്നും ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ സെൻസേഷനിൽ ഒന്നും ചോദിച്ചില്ല. അതുകൊണ്ട് ഇക്കൊല്ലം കഴിഞ്ഞ കൊല്ലം 1 മാർക്കിന് ചോദിച്ചു എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ കഴിഞ്ഞ 2 കൊല്ലം ചോദിക്കാത്തത് കൊണ്ട് ചെറിയൊരു മാർക്കിന് ചിലപ്പോൾ ഇക്കൊല്ലം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. വളരെ ചെറിയ മാർക്കിന് ചിലപ്പോൾ 1 മാർക്ക് ആയിരിക്കാം, പറഞ്ഞ 2 മാർക്സിനായിരിക്കാം ചോദിക്കാം. അപ്പൊ ടീച്ചേഴ്സിന് ഒരു ക്ലിയർ ഐഡിയ ഇല്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു സംശയം എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു കിട്ടും, തീർച്ചയായിട്ടും അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോ സ്കൂളിൽ ഇതുവരെ എത്തിയിട്ടുള്ളൂ. ഇനി അഥവാ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ ഒന്നും അടിക്കേണ്ട, നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് അത് ക്വസ്റ്റ്യൻ മാറ്റി തരും. അപ്പൊ അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതിനെപ്പറ്റി നിങ്ങൾ തീരെ വറീഡ് ആവണ്ട. ഇനി പഠിപ്പിച്ചിട്ടുള്ളവർക്കാണ് ശരിക്കും ഈ ഒരു കൺഫ്യൂഷൻ വരിക, ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ അത് എന്തായാലും വരികയാണെങ്കിൽ തന്നെ വലിയൊരു ഇപ്പൊ ഈ പറയുന്ന പോലെ 10 മാർക്കിനും 13 മാർക്കിനൊന്നും ക്വസ്റ്റ്യൻസ് എന്തായാലും വരില്ല. കാര്യമായിട്ടും അതിൽ നിന്ന് ചോദ്യങ്ങൾ വരിക അടുത്ത ആനുവൽ എക്സാമിനായിരിക്കും കുറച്ചും കൂടി കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവും. കുട്ടികൾ എങ്ങനെ അറിയോ, ഇപ്പം ടീച്ചേഴ്സ് ചിലപ്പോൾ പറയും നമ്മളോട് ഈ ചാപ്റ്റർ ഇല്ല എന്നൊക്കെ പറയും. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിൽ
ക്വസ്റ്റ്യൻ വന്നു. അപ്പം മിസ്സിനോട് മിസ്സേ ഇതില്ല എന്ന് പറഞ്ഞല്ലോ മാറ്റി തരും എന്നൊക്കെ പറഞ്ഞ പറയും ഞാൻ എടുത്തിട്ടുണ്ടല്ലോ ചാപ്റ്റർ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് ചിലപ്പോ പറയും എന്ന് പറയും. അപ്പൊ ജസ്റ്റ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ 1, 2, 3 ടോപ്പിക് ഉണ്ടാവും. അതെ അത്രേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ അത് വന്നാൽ മാത്രം നിങ്ങൾ എന്താ പറയാ, ചിലപ്പോ നിങ്ങൾ ഇതൊക്കെ എഴുതി വരുമ്പോൾ ഓർക്ക് ക്വസ്റ്റൻ ആയിട്ട് വരികയാണെങ്കിൽ കുഴപ്പമില്ല. ഇതൊക്കെ പഠിച്ച ആൾക്കാർക്ക് അതൊന്നും ഓർക്ക് ക്വസ്റ്റൻ 1, 2 വന്നാലും ടെൻഷൻ അടിക്കാനില്ല. ആക്ച്വലി ഇൻസുലിന്റെ പ്രൊഡക്ഷൻ, പിന്നെ നമ്മൾ ആ എൻസൈമുകൾ രണ്ടെണ്ണത്തിന്റെ പേര്, അതേപോലെ DNA ഫിംഗർ പ്രിന്റിംഗ്, ഇതാണ് കാര്യമായിട്ടും ചോദിക്കാം. ടോപ്പിക്സ്. അത് നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമ്മൾ എന്തായാലും ഈ 7 ചാപ്റ്ററിലെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഇതിൽ ആദ്യത്തെ 3 എണ്ണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, കഴിഞ്ഞ ഓണം എക്സാമിന് ഡിസ്കസ് ചെയ്താണ്. അതിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഓണം എക്സാമിന്റെ വീഡിയോസ് ഇരുന്ന് കാണാം, നിങ്ങൾ കാണാം. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചാപ്റ്റർ ഇനി പഠിക്കാൻ ടൈം കളയണ്ട, രാത്രിയൊക്കെ കിടന്ന് ഫോൺ നോക്കുന്ന നേരത്തെ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് നമ്മുടെ ലൈവ് എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻസിലൂടെ ഒക്കെ ഒന്ന് വീഡിയോ ഒന്ന് നിങ്ങളൊരു എന്താ പറയുക 1.5x ഇട്ടിട്ട് കണ്ടാൽ മതി. അപ്പൊ അതിൽ ക്ലിയർ ആവും. അത്രേ ഉള്ളൂ, അത്രയും പൊടി തട്ടി എടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ്, ബാക്കിയുള്ള 4 ചാപ്റ്ററിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സിന്റെ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. വളരെ അടുത്ത് തന്നെ ആ വീഡിയോ കൂടി അപ്ലോഡ് ആവുന്നുണ്ടായിരിക്കും. ഓക്കെ മക്കളെ, അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, ലൈക്ക് ചെയ്യുക, കൂടെ പഠിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് ലൈക്ക് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ എന്താ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്കിനി എക്സാം അടുത്ത് കുറേ എന്താ പറയാ ലൈവുകൾ വരുന്നുണ്ട്, സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ നമുക്ക് എന്താ പറയുക റാപ്പിഡ് 20 അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസിന് ഇതൊക്കെ വരുന്നതായിരിക്കും. ഇനി അത് മാത്രമേ നിങ്ങൾക്ക് പെർട്ടിക്കുലർ ആയിട്ട് എന്തെങ്കിലും ഒരു സംഭവം വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടാണ് ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ വേണം എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോന് താഴെ കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കും, നിങ്ങൾക്ക് അത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടായിരിക്കും. മാക്സിമം എഫേർട്ട് ഞങ്ങളും എടുക്കും, ഒരു സംശയം വേണ്ട. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലേ, ഇവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യും, ഞങ്ങൾ ഈ വീഡിയോസ് മുഴുവൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് തന്നെയായിരിക്കും ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടായിരിക്കും. ടെൻഷൻ വേണ്ട, ഫുൾ മാർക്ക് എന്തായാലും കിട്ടും. നിങ്ങൾ ഏകന്റെ കൂടെ മതി, നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടിത്തരാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ സെറ്റ് ആണ്. ആൻഡ് ഓൾസോ ലൈവിന് മുടങ്ങാതെ വന്നോളൂ, എല്ലാ ലൈവും അറ്റൻഡ് ചെയ്യാം. എല്ലാ സബ്ജക്ട്സും നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കും. ബയോളജി മാത്രമല്ല കേട്ടോ പറയുന്നത്, എല്ലാം നമ്മൾ അടിപൊളിയായിട്ട് എല്ലാം പഠിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുപോലെ റാപ്പിഡ് 20 കാര്യം നമുക്കൊന്ന് പറയാം. അതായത് നമ്മൾ ഒരു ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഒരു സീരീസ് പോലെ റാപ്പിഡ് 20 എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 20 ക്വസ്റ്റ്യൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ അത് ലൈവ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇൻ കേസ് ലൈവ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ഇരുന്ന് കാണുക. ഓക്കെ, അതും കൂടി എന്ത് ചെയ്യാ, പഠിക്കുമ്പോ ഹെൽപ്ഫുൾ ആണ്. ക്വസ്റ്റ്യൻസ് ആണ് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. ക്വസ്റ്റ്യൻസ് ആണ്, പഠിച്ചുകൊണ്ടേ ഇരിക്കുക. കാരണം കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എപ്പോഴും ഞങ്ങൾ പറയുന്നല്ലോ, ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതോറും നിങ്ങൾക്ക് എക്സാമിന് പോലെ ടെൻഷൻ കുറഞ്ഞു വരും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ ടിൽ ദെൻ ബൈ ബൈ.